സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള പദ്ധതികൾക്കാണ് ബജറ്റിൽ ഊന്നലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കും. കേരളപ്രിയ ബജറ്റായിരിക്കും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കുമെങ്കിലും എപ്പോഴാണത് നടപ്പാക്കുകയെന്ന് ഇപ്പോൾ പറയാനാവില്ല. കേന്ദ്രം ഓക്സിജൻ എടുത്തുകളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും ധനമന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കൂടുതൽ സാമ്പത്തിക രംഗത്ത് നിക്ഷേപമുണ്ടാവാൻ, വികസനമുണ്ടാവാൻ, തൊഴിലവസരം ഉണ്ടാവാൻ, ബിസിനസ് ഉണ്ടാവാൻ പറ്റുന്ന കാര്യങ്ങൾ ഏത് കാലത്തും ഇടതുപക്ഷ ഗവൺമെന്റ് സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ നിക്ഷേപം വഴി കൂടുതൽ പദ്ധതികൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകുമെന്ന് വ്യക്തം. പ്രതിസന്ധി മറികടക്കാനുള്ള പ്രത്യേക പാക്കേജിനുള്ള സാധ്യതകളും ഇതിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കേരളപ്രിയമെന്നാണ് മന്ത്രി തന്റെ ബജറ്റിനെ വിശേഷിപ്പിക്കുന്നത്. കേരളപ്രിയമാവും. കേരളം എവിടെയും തകരില്ല, തളരില്ല, പിന്നോട്ട് പോവില്ല. ക്ഷേമ പെൻഷൻ വർധനവിന് ഇത്തവണ സാധ്യതയില്ലെന്ന സൂചന നൽകുന്ന മന്ത്രിയുടെ വാക്കുകളിൽ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയും എപ്പോൾ നൽകുമെന്ന ഉറപ്പില്ല. ഓക്സിജൻ എടുത്തു കളഞ്ഞ ഒരവസ്ഥയിലേക്ക് ആക്കാനാണ് ശ്രമിക്കുന്നത്. ജീവനക്കാർക്ക് DA കൊടുക്കാനുണ്ട്. നമ്മൾ കൊടുക്കും. എപ്പോഴെന്ന് ഞാൻ പറയുന്നില്ല. സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നമ്മുടെ കമ്മിറ്റ്മെന്റിൽ നമ്മൾ പുറകോട്ട് പോവില്ല. എങ്ങനെയാന്നുള്ളത് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന തരത്തിലേക്കല്ല. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശത്തോടും മന്ത്രി പ്രതികരിച്ചു. എല്ലാ എക്കണോമിസ്റ്റുകളും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച നടക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇന്ത്യയിലെ ശരാശരി പ്രായവും ആയുസ്സും ഒക്കെ വെച്ച് നോക്കിയിട്ടും ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളത് കളക്റ്റീവായിട്ട് ഏത് തീരുമാനം എടുക്കാൻ പറ്റും. എല്ലാ വിഭാഗം ആളുകളുടെയും താല്പര്യം വേണം. കടുത്ത തീരുമാനം എടുത്തിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താതെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. എന്നാൽ ഇതാകെ തകർന്നിട്ട് കടുത്ത തീരുമാനം എടുക്കാൻ നിന്നിട്ട് കാര്യമില്ല. KR സജു, മീഡിയ 1, തിരുവനന്തപുരം.